ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ അതൊരു കള്ളമായിരിക്കും. ഇന്ന് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോഴത്തേക്കും എൻ്റെ നാത്തുവാണ്, അതായത് കാർത്തുവാണ് കേക്ക് ഉണ്ടാക്കുന്നത്. ഈ ഒരു കേക്ക് ഏകദേശം 4 കിലോയ്ക്ക് അടുപ്പിച്ചുണ്ട്. അവൾക്കാകുമ്പോഴത്തേക്കും സാധനം വാങ്ങിക്കേണ്ട പൈസ മാത്രം കൊടുത്താൽ മതി. 1000 രൂപയ്ക്കാണ് നമുക്ക് ഇവൾ ഈ കേക്ക് ചെയ്ത് തന്നത്. പുറത്ത് കേക്ക് ചെയ്ത് കൊടുക്കുന്നത് 1 കിലോയ്ക്ക് 450 രൂപയാണ്. എനിക്കായതുകൊണ്ട് മാത്രമാണ് ഇത്രയും കേക്കിന് 1000 രൂപയ്ക്ക് തന്നത്. മോൻ്റെ ബർത്ത്ഡേ ഇന്ന് മോന് 2 വയസ്സ് തികയാണ്. അതുകൊണ്ട് കേക്കിൻ്റെ പണി ഒരു സൈഡിൽ കൂടി നടക്കുന്നു, ബാക്കി പണികളെല്ലാം ഒരു സൈഡിൽ കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ ആഘോഷമായിട്ടൊന്നുമില്ല. പക്ഷേ എൻ്റെ മോൻ്റെ ബർത്ത്ഡേക്ക് ഇപ്പോൾ ഫസ്റ്റ് ബർത്ത്ഡേ നടത്തിയപ്പോഴും ഫുൾ തലേന്നും മഴ, ബർത്ത്ഡേയുടെ അന്നും ഫുൾ മഴയായിരുന്നു. ഇപ്രാവശ്യം ഇത്രയും ദിവസം, അതായത് ഒരാഴ്ച കൊണ്ട് മഴ തോർന്നു നിന്ന മഴ ബർത്ത്ഡേ അന്നായപ്പോഴത്തേക്കും രാവിലെ മുതൽ ഫുൾ വൈകുന്നേരം വരെ മഴയുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു സൈഡിൽ കൂടി ഏട്ടൻ്റെ അനിയൻ സ്റ്റേജ് വർക്കൊക്കെ ചെയ്തുകൊണ്ട് നടക്കുകയാണ്. അതിന് വേണ്ടിയുള്ള ബലൂണെല്ലാം അവർ സെറ്റാക്കണം. അവരെ ഫ്രണ്ട്സും കൂടി, കർണൻ്റെ ഫ്രണ്ട്സും കൂടിയാണ് സ്റ്റേജ് ചെയ്യണത്. അതിൻ്റെ ഇടയിൽ വീണ്ടും ഞാൻ കേക്ക് എന്തായെന്നറിയാൻ വേണ്ടി വീണ്ടും വന്ന് നോക്കിയിരുന്നു. അപ്പോഴേക്കും കാർത്തു ആ കേക്ക് ലെവൽ ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ കേക്ക് കാണുമ്പോൾ നമുക്ക് ഇതെന്ത് ഇത്ര പാടാ, എളുപ്പം എല്ലാവർക്കും ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിച്ച് വെച്ചിരുന്നത്. പക്ഷേ അങ്ങനെയല്ല. ഇതൊന്ന് ഷേപ്പ് വരുത്തി എടുക്കണമെങ്കിൽ അധികം പണിപ്പെട്ടാലേ പറ്റുള്ളൂ. അപ്പോഴത്തേക്ക് അവളവിടെ പണികൾ ചെയ്തിട്ടെന്ന് കരുതി ഞാൻ വീണ്ടും വീഡിയോ എടുക്കാൻ വേണ്ടി ഫ്രണ്ടിലേക്ക് വന്നപ്പോഴത്തേക്കും ഓരോരുത്തർ ബലൂണെല്ലാം സെറ്റാക്കി സ്റ്റേജ് ഏകദേശം മുക്കാൽ ഭാഗം സ്റ്റേജ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വെളിയിലാണെങ്കിൽ ഫുള്ള് മഴയാണ്. മഴ കാരണം ഫുള്ള് വീടിനകം വരെ ചെളിയായിട്ടാണ് കിടക്കുന്നത്. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടും മുഖം കാണിക്കാതിരിക്കാൻ വേണ്ടി കുറേ പേരൊക്കെ ഓരോ കോപ്രായങ്ങൾ കാണിക്കുന്നുണ്ട്. എൻ്റെ ഫേസ് കാണിക്കല്ലെന്നൊക്കെ പറഞ്ഞ് ഒളിച്ചൊക്കെ നടക്കുകയാണ്. അപ്പോഴത്തേക്കും അതിൻ്റെ പണികൾ ഏകദേശം ആയതുകൊണ്ട് ഞാൻ വീണ്ടും 5 മണിക്കായിരുന്നു ഫംഗ്ഷൻ. അപ്പോഴത്തേക്കും 5 മണിക്ക് മുമ്പ് അവൾ കേക്ക് റെഡിയാക്കോ ഇല്ലേ എന്നറിയാൻ വേണ്ടി വീണ്ടും ഞാൻ അവളുടെ അടുത്തേക്ക് വന്നു. അപ്പോഴത്തേക്ക് അവൾ കേക്കിന് ഡബിൾ കളർ കൊടുത്തിരുന്നു. ആദ്യം വൈറ്റാണ് തീരുമാനിച്ചിരുന്നത്. അപ്പോഴത്തേക്കും ഒരു ലുക്ക് കുറവെന്ന് പറഞ്ഞാൽ അവൾ എന്നെ വീണ്ടും ഒരു ഷെയ്ഡും കൂടി കൊടുത്ത്. അങ്ങനെ ഓറഞ്ചും വൈറ്റും ആയിരുന്നു കേക്കിൻ്റെ ഡിസൈന്. സിമ്പിൾ സാധാ കുഞ്ഞു കേക്കായിരുന്നു. പിന്നെ ഇതാണ് സ്റ്റേജിൻ്റെ ലാസ്റ്റ് ഫൈനൽ. പിന്നെ ഏകദേശം പാസ്റ്റർ വരാൻ സമയമായി. അങ്ങനെ നമ്മൾ കേക്ക് കൊടുത്തേണ്ടേക്ക് പുറത്ത് പോകണ സമയമായിരുന്നു. നിങ്ങൾ ചിന്തിക്കും ഇപ്പം ഹിന്ദുവായ ഞാനെങ്ങനെ ക്രിസ്ത്യൻ വീട്ടിൽ വന്നെന്നൊക്കെ. എൻ്റെ ഒരു ലവ് മാരേജാണ്. അപ്പോഴത്തേക്കും ഏട്ടൻ്റെ വീട്ടുകാർ ക്രിസ്ത്യനാണ്, എൻ്റെ ഫാമിലി ഹിന്ദുവാണ്. എൻ്റെ ലവ് സ്റ്റോറി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അത് കഴിഞ്ഞ് ഏകദേശം 5 മണിയായി. എൻ്റെ അച്ഛനും അമ്മയും വരാൻ കുറച്ച് ലേറ്റായിപ്പോയി. ഇപ്പം പാസ്റ്ററിന് 6 മണിക്ക് വേറൊരു സ്ഥലത്ത് പ്രാർത്ഥന ഉള്ളതുകൊണ്ട് ഇവിടെ കൃത്യം ഒരു 5:10 ആയപ്പോഴത്തേക്കും പ്രാർത്ഥന തുടങ്ങിയിരുന്നു. അപ്പം എൻ്റെ അച്ഛനും അമ്മയും മാമിയൊക്കെ വരാനായിട്ട് കേക്ക് കട്ട് ചെയ്തതിന് ശേഷമാണ് അവർ വന്നത്. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, കമൻറ്റ് ചെയ്ത് ഫുൾ സപ്പോർട്ടായിട്ട് നിങ്ങളുടെ സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ എനിക്ക് ഇനിയും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ.
ഇതെൻ്റെ മാമയാണ്. ദേവയാണെങ്കിൽ ഡെയിലി പരിചയമുള്ളവർ ആണെങ്കിൽ മാത്രമേ അവൻ എന്തെങ്കിലും കൊടുത്താൽ വാങ്ങുള്ളൂ. അല്ലാതെ അവൻ പെട്ടെന്നൊന്നും ഇതൊന്നും ഫുഡൊന്നും വാങ്ങി കഴിക്കില്ല. അപ്പം ഒരാൾ എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്കല്ലേ അവരെ കാണുന്നുള്ളൂ, സ്ഥിരമായിട്ട് കാണുന്നില്ലല്ലോ. അപ്പം എല്ലാവരും കൂടി ആയപ്പോഴത്തേക്ക് അവൻ പിന്നെ ആര് കൊടുത്താലും കഴിക്കാതെ ആയിരുന്നു. പിന്നെ വലിയ കരച്ചിലൊന്നുമില്ലായിരുന്നു, നോർമലായിട്ട് അവൻ ഈ കേക്കൊക്കെ കട്ട് ചെയ്യാനായിരുന്നു ഭയങ്കര ഇഷ്ടമായിരുന്നു. അവനാണെങ്കിൽ വിശക്കുന്ന സമയത്ത് അവൻ കേക്ക് എന്നാണ് പറയണത്. അപ്പോഴത്തേക്ക് അവന് കേക്ക് കഴിക്കാൻ അവന് ഒരുപാട് ഇഷ്ടം. ഇടയ്ക്ക് അവന് വിശക്കുമ്പോഴൊക്കെ അവൻ പറയണത് കേക്ക് താ എന്നാണ്. അക്കടും ദേവയും കൂടി അവന് നല്ല അറിയാമെന്നുള്ളവനാണ്. എന്നിട്ട് അവൻ കൊടുത്തിട്ട് പോലും ദേവ കേക്ക് കഴിച്ചില്ല. അപ്പോഴത്തേക്കും പരിചയമില്ലാത്ത ഒരു അധികം കാണാത്ത ഫേസ് വന്ന് കേക്ക് കൊടുത്തപ്പോഴത്തേക്ക് പിന്നെ അവനൊന്ന് ആര് കൊടുത്താലും വാങ്ങി കഴിക്കാതായി. പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും മാമിയും എൻ്റെ ചേച്ചിയും ഏട്ടൻ്റെ 2 മക്കളുമായിരുന്നു. അപ്പം അവർക്കൊന്നും വീഡിയോയ്ക്ക് വരാൻ വലിയ താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് അവരെയൊന്നും വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു. ഇങ്ങനെ കേക്കൊക്കെ കഴിഞ്ഞിരുന്നപ്പോഴത്തേക്കും അടുത്ത ഇതായിട്ട് ഓരോരുത്തർ അവനുള്ള ഗിഫ്റ്റ് കൊടുക്കുകയാണ്. അപ്പം അവൻ കേക്ക് കഴിക്കുന്ന ധൃതിയിലായതുകൊണ്ടും ഞാനാണ് ആ ഗിഫ്റ്റൊക്കെ വാങ്ങി വയ്ക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ കേക്ക് എൻ്റെ നാത്തു ഉണ്ടാക്കിക്കൊണ്ടും പറയണമല്ല, കേക്ക് അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേക്കിന്. അവന് കിട്ടിയ ഗിഫ്റ്റൊക്കെ അൺബോക്സിങ് ചെയ്യണത് പ്രത്യേകം ഒരു വീഡിയോ ഒക്കെ എടുക്കാം. എല്ലാം കൂടി ആകുമ്പോഴത്തേക്ക് ഇത് ഒരുപാട് ലോങ് ആയിപ്പോവും. അപ്പം എല്ലാവർക്കും, ബർത്ത്ഡേക്ക് വന്ന എല്ലാവർക്കും ഞാൻ ഈ വീഡിയോയിൽ കൂടി നന്ദി പറയുന്നു.